ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഗൗതം വാസുദേവ് മേനോൻ, മെഗാസ്റ്റാർ മമ്മൂട്ടി, മമ്മൂട്ടി കമ്പനി. ഇത്രയും മതി നമുക്ക് പ്രതീക്ഷ. ഒരുപാട്, അതായത് വാനോളം ഉയരാൻ വേണ്ടിയിട്ട് ഈ ഒരു മൂന്ന് കാര്യങ്ങൾ മാത്രം മതി. ഗൗതം വാസുദേവ് മേനോൻ മലയാളത്തിൽ സംവിധാനം ചെയ്യുന്നു. ABCD എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയുടെ റൈറ്റേഴ്സ് ആണ് ഇതിന്റെ തിരക്കഥ ഒരുക്കുന്നത്. മമ്മൂട്ടി കമ്പനിയാണ് പ്രൊഡക്ഷൻ. മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് നായകനായിട്ട് വരുന്നത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു പഞ്ച് വളരെയധികം വലുതുമാണ്. അപ്പൊ ഈ സിനിമയുടെ മറ്റ് അപ്ഡേറ്റുകളൊന്നും നിലവിൽ പുറത്തു വന്നിട്ടില്ല. ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് നാളെ 7-ാം തീയതി 7/9/2024 രാവിലെ 10 മണിക്ക് ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇവർ പുറത്തു വിടും എന്ന് പറഞ്ഞിട്ടൊരു ഒരു എന്താ പറയാ അപ്ഡേഷൻ ഇപ്പോ മമ്മൂട്ടി തന്നിട്ടുള്ളത്. മമ്മൂട്ടി കമ്പനി ഒഫീഷ്യലായിട്ടും മമ്മൂക്കയൊക്കെ എന്താ പറയാ പേഴ്സണൽ ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജിലൂടെയൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട്, ഒഫീഷ്യൽ പേജിലൂടെയൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. എന്തായാലും നാളെ രാവിലെ 10 മണി ആകണം എന്താണ് ഇതിന്റെ ഫസ്റ്റ് ലുക്ക് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇതില് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇറ്റ്സ് അവർ ബിസിനസ് ടു നോ വാട്ട് അതർ പീപ്പിൾ ഡോണ്ട് നോ എന്നാണ് ഇതിന്റെ ഒരു ക്യാപ്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് കുറെ മുമ്പ് ഈ ഒരു സിനിമ ആദ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന സമയം മുതൽക്കേ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു എയറിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിവാദം എന്ന് പറയല്ലോ, റൂമർ അല്ലെ. റൂമർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്ക ഇതിലൊരു ഏജന്റ് അല്ല. കുറെ ആളുകൾ ഏജന്റ് എന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കേൾക്കുന്നതെന്ന് പറഞ്ഞാല് നമ്മുടെ ഡിറ്റക്റ്റീവ് ആയിട്ടാണ് വരുന്നതെന്നാണ്. ഡിറ്റക്റ്റീവ് ആയിട്ട് വരിക എന്ന് പറയുമ്പോൾ കേട്ടിരുന്നത് ജസ്റ്റ് ഒരു ഡിറ്റക്റ്റീവ് ആണെന്ന് മാത്രമല്ല, ഈ തെലുഗു ആണോ അതോ കന്നഡ ആണോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഒരു ഡിറ്റക്റ്റീവ്, എനിക്ക് പേര് പെട്ടെന്ന് എന്റെ വായിലേക്ക് ഓർമ്മ കിട്ടുന്നില്ല. ആ ഒരു സിനിമയുണ്ട്, അതിന്റെ റീമേക്ക് ആണ് ഈ സിനിമ എന്നുള്ള രീതിയിലും വാർത്തകൾ കിട്ടും. പക്ഷെ അതൊരു ശുദ്ധ മണ്ടത്തരമാണ്, അതിന്റെ റീമേക്ക് ഒന്നുമല്ല. എന്നാൽ അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടുള്ള ഒരു ഡിറ്റക്റ്റീവ് ക്യാരക്ടർ ആയിട്ടാണ് വരുന്നത് എന്നുള്ളത് ഭയങ്കരമായിട്ട്, ഇത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള റൂമർ അതായിരുന്നു. ഏകദേശം അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ആരാധകരടക്കം പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ ഈ ക്യാപ്ഷൻ കേൾക്കുന്ന സമയത്ത്, അതിപ്പോ ഇവർ ഇതിൽ കൊടുത്തിട്ടുള്ള ക്യാപ്ഷൻ നിങ്ങൾക്കും വായിക്കാലോ. ഇറ്റ്സ് അവർ ബിസിനസ് ടു നോ വാട്ട് അതർ പീപ്പിൾ ഡോണ്ട് നോ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് മറ്റുള്ളവർ അറിയാത്ത കാര്യങ്ങൾ അറിയുക എന്നുള്ളത് ഞങ്ങളുടെ പണിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരുടെ പണിയാണ്? അത് ഡിറ്റക്ടീവ്സിന്റെ പണിയാണ്. അവരാണല്ലോ ഈ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ, ഒരു ഒരു കൊലപാതകമാകട്ടെ, ഒരു പ്രശ്നമാകട്ടെ, ഇതിന്റെയൊക്കെ ഉള്ളിലുള്ള ആ ഒരു കാരണം എന്താണ് തേടി പോവുക, ആരാണ് ചെയ്ത് തേടി പോവുക, അതിന്റെ മോട്ടീവ് എന്താണ് കണ്ടെത്തുക. ഇതൊക്കെ പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്ന മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എന്താ പറയാ, ഈ ഡിറ്റക്ടീവ്സിന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ. അതായത് ഏൽപ്പിക്കുന്ന കേസുകൾ മാത്രമല്ലാതെ എന്ത് കണ്ടാലും അതിലൊരു സംശയം, അതിന്റെ പിറകെ പോവുക, അതിന്റെ ഇത് രഹസ്യം കണ്ടെത്തുക. നമ്മൾ ഷെർലക് ഹോംസിന്റെ ഒരുപാട്, ഷെർലക് ഹോംസിന്റെ ഒക്കെ സിനിമകളിൽ പുള്ളി പല സാഹചര്യം കൊണ്ട് അതിലേക്ക് എത്തിപ്പെടുന്നതും അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നതും അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാലും വളരെ രസമായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ ഈ റൂമർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഡിറ്റക്റ്റീവ് എന്നുള്ളത് ഒരു റൂമറായിട്ട് നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. കാരണം ഇതിന്റെ എഴുത്തുകാരിൽ ഒരാൾ തന്നെ അത് ഒരു ഒരു ഏതൊരു ഇന്റർവ്യൂലാണോ ഇനി വേറെ എന്തെങ്കിലും ഫീച്ചർ കൊടുത്തതിന്റെ ഭാഗമായിട്ട് പറഞ്ഞോ എനിക്കറിയില്ല. പക്ഷെ അത് പറഞ്ഞിരുന്നു. ഞാൻ തന്നെ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്. അതായത് വളരെ രസകരമായിട്ടുള്ള ഷെർലക് ഹോംസിനെ പോലെ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഡിറ്റക്റ്റീവ് ആണ് ഇദ്ദേഹം എന്നുള്ളത് പുള്ളിക്കാരൻ തന്നെ പുറത്തുവിട്ടിരുന്നു. ഞാൻ ഈ പറയാൻ കാരണം തെലുങ്കിലോ ആണോ കന്നഡയാണോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അതിലൊരു സിനിമയുണ്ട് ഇതുപോലെ, എന്തൊരു ഡിറ്റക്റ്റീവ്, എന്തൊരു ആർദ്രേയ, അങ്ങനെ എന്തോ ഒരു സാധനമാണ് കേട്ടോ. എനിക്ക് കറക്റ്റ് എന്റെ നാവിന്റെ തുമ്പത് എനിക്ക് കിട്ടുന്നില്ല. ആർദ്രേയ എന്നാണ് അതിന്റെ ലാസ്റ്റ് എന്തായാലും. അപ്പോ അതിലെങ്ങനെയാ വെച്ചാൽ പുള്ളിക്കാരൻ ഒരു ഡിറ്റക്റ്റീവ് ആണ്. ഭയങ്കര എന്താ പറയാ, വലിയ സംഭവം ആവണം എന്നുള്ള പ്രതീക്ഷയുള്ള ഒരാൾ, നല്ല കഴിവുള്ള ഒരാളാണ്. പക്ഷെ പുള്ളിനെ ആർക്കും വിശ്വാസമില്ല. പുള്ളിന്റെ ഈ കഴിവുകളിൽ ആർക്കും വിശ്വാസമില്ല. ഒരു ഒരു സ്ത്രീ, ഒരു പെണ്ണ് ഇതിൽ അവന്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവർ തമ്മിലുള്ള കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ്. അപ്പൊ അവർ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കേസുകളും, ഈ മൊബൈൽ മോഷണം പോയി, അല്ലെങ്കിൽ അവിടെ ഒരാൾ കള്ളം കയറി 100 രൂപ 500 രൂപ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ചെറിയ ചെറിയ കേസുകളും, പോലീസുകാരനെ ഏൽപ്പിക്കുന്ന ചെറിയ കേസുകളും, ഇതൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് പോകുന്ന ഒരാൾ പോയി പോയി പെട്ടെന്ന് ഒരു കേസിലേക്ക് എത്തുകയും അതിന്റെ ചുരുളഴിഞ്ഞ് പോകുമ്പോൾ വലിയ ഒരുപാട് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു ഒരു ക്രൈമിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്നു. അത് തെളിയിക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ ഒരു ക്യാരക്ടർ. ആ ക്യാരക്ടർ വളരെ രസകരമായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അത് ഭയങ്കര ഒരു കോമിക്, ഒരു കോമഡിന്റെ മെയിൻപൊടി ഇങ്ങനെ നന്നായിട്ട് കൊടുത്തിട്ട് ആ രീതിയിലാണ് എല്ലാ സീൻ ബൈ സീൻ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഇങ്ങനെ ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെന്റ്സ് വരുമ്പോഴും ഇദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടർ പ്രസന്റേഷനും ഡയലോഗ് ഡെലിവറി ഒക്കെ ഭയങ്കര രസമായിട്ടാണ് പോകുന്നത്. പ്ലസ് ഈ നായികയുടെ ഈ ഒരു കൂട്ടും കൂടെ ആകുമ്പോൾ, ഒരു കെമിസ്ട്രിയും കൂടെ നന്നായിട്ട് വർക്ക് ആകുമ്പോൾ
കണ്ടിരിക്കാൻ നല്ല രസമുള്ള ഒരു സിനിമയാണ്. പക്ഷെ കുറെ മുമ്പ് വന്നിട്ടുള്ള സിനിമയാണ്. എന്തായാലും അത്തരത്തിലുള്ള ഒരു കഥാപാത്രമാണെങ്കിൽ, ഈ പറയുന്ന പോലെ ഷെർലക് ഹോംസിന്റെ ഭയങ്കര ഫാൻ ആയിട്ടുള്ള ഒരാളൊക്കെ ആണെങ്കിൽ, അത് മമ്മൂക്ക എങ്ങനെ പ്രസന്റ് ചെയ്യും എന്നുള്ളത് അറിയാൻ ഭയങ്കര ഒരു ത്വര എനിക്കുണ്ട്. പേഴ്സണലി എനിക്ക് അദ്ദേഹം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കോമഡി സംഭവങ്ങൾ ചെയ്യും. തുറുപ്പുകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോൾ കോമഡി കൈകാര്യം ചെയ്യുന്നതിൽ കുറച്ച് ഒരു പൊടിക്ക്, ഞാൻ പറയുന്നത് വേറെ ആരെയും വെച്ച് കമ്പയർ ചെയ്യില്ല, മമ്മൂക്കയുടെ സിനിമകൾ തന്നെ വെച്ച് നോക്കുമ്പോൾ മറ്റ് കഥാപാത്രങ്ങൾ അവതരിപ്പിക്കലിൽ നിന്നും കുറച്ചൊരു പൊടിക്കെങ്കിലും പിറകിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ കോമഡി കൈകാര്യം ചെയ്യുക എന്നുള്ളത്. ഡാൻസും കോമഡിയും, അല്ലെങ്കിൽ ഡാൻസ് പിന്നെ വിഷയമേ അല്ലാത്ത കാര്യമാണ്. കാരണം ഡാൻസ് ഒക്കെ നമുക്ക് തന്നെ ഉള്ളൂ, മറ്റു ഭാഷകളിലും ഡാൻസ് അങ്ങനെ വല്ലാണ്ടില്ല. ഐ മീൻ പുറത്തുള്ള സിനിമകൾക്ക്, ഇന്ത്യൻ സിനിമയിലുണ്ട് കേട്ടോ, പുറത്തുള്ള ഹോളിവുഡ് സിനിമകളിലൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ എന്തായാലും അത് വലിയ പ്രാധാന്യമുള്ളതല്ല. പക്ഷെ കോമഡി കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു സംഭവം. അതിൽ മമ്മൂക്കനെ വെച്ചാലും താരതമ്യം ചെയ്താലും കുറച്ച് പുറകോട്ടാണ് എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള രസകരമായിട്ടുള്ള ഒരു കഥാപാത്രം മമ്മൂക്ക എങ്ങനെ അവതരിപ്പിക്കുന്നു, അത് തന്മയത്വത്തോടെ എങ്ങനെ ചെയ്യുന്നു, ആ ഒരു കഥാപാത്രം എങ്ങനെയാണ് പുള്ളിക്കാരൻ എടുത്തു കൊണ്ടുപോവുക. ഇപ്പൊ അത് പറയുമ്പോൾ ബസൂക്കിൽ തന്നെ മമ്മൂക്കയുടെ ഡയലോഗ് പറയുന്ന ഒരു സംഭവമുണ്ട്, നമ്മൾ ചെയ്യാത്ത റോളൊന്നും ഇല്ല ബായ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അത് അത്രേ ഉള്ളൂ, അത് വേറെ കാര്യം. എന്തായാലും മമ്മൂട്ടി കമ്പനി ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ മമ്മൂട്ടി കമ്പനിക്ക് ഇതുവരെ ഒരു തെറ്റ് അതിൽ പറ്റിയിട്ടില്ല സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയാവുന്ന നമ്മുടെ വിശ്വാസം. ഗൗതം വാസുദേവനാണ് വരുന്നത്. തമിഴിൽ പടങ്ങൾ ഒരുപാട് പെൻഡിങ് ആണ്. വളരെ നെഗറ്റീവ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ നല്ലൊരു സിനിമ ചെയ്യുക എന്നുള്ളത് പുള്ളിക്കാരന്റെയും ഒരു എന്താ പറയാ ആവശ്യകതയാണ്. മാത്രമല്ല മമ്മൂക്കനെ പോലെ നടനെ കിട്ടിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം ഉണ്ടാവും. അപ്പൊ മൊത്തത്തിൽ ഇതിനൊക്കെയുള്ള ഒരു ഉത്തരം തന്നെ ആയിരിക്കും ഈ പ്രൊഡക്ഷൻ നമ്പർ 6 ഈ നാളെ വരാനിരിക്കുന്ന ഫസ്റ്റ് ലുക്കിൽ തന്നെ അതിന്റെ എന്താ പറയുക സൂചനകൾ അവർ തരും എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. എന്തായാലും ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഇറ്റ്സ് അവർ ബിസിനസ് ടു നോ വാട്ട് അതർ പീപ്പിൾ ഡോണ്ട് നോ എന്നാണ് ആ ക്യാപ്ഷനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഉള്ളൊരു സാധനം കൂടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ആ ക്യാപ്ഷൻ വെറുതെ കൊടുക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അത്തരത്തിൽ നമുക്കൊരു ഡിറ്റക്റ്റീവ് മൂഡ് ഓണാക്കുന്ന രീതിയിലുള്ള ഒരു സാധനം തന്നെ ആയിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ പ്രതീക്ഷകളൊക്കെ മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. നാളെ 10 മണിക്ക് നമുക്ക് കാത്തിരിക്കാം ഇതിന്റെ ഫസ്റ്റ് ലുക്ക് വരുന്നതിന് വേണ്ടിയിട്ട്. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ